മക്കളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ധ്യാനിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ ധ്യാനിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മളിതാ പെന്തക്കോസ്ത തിരുനാളിലെത്തിയിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ അഭിഷേകങ്ങളും ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞതിൻ്റെ 50-ാമത്തെ ദിവസം സെഹിയോൻ മാളിക മുറിയിൽ കൂടിയിരുന്ന അപ്പോസ്തലന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും മേല് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടായതിനെ അനുസ്മരിക്കുന്ന ദിനമാണല്ലോ സഭയിലെ പെന്തക്കോസ്ത തിരുനാൾ. എന്തായിരുന്നു പെന്തക്കോസ്ത തിരുനാളിൻ്റെ അടയാളങ്ങൾ? വചനം നൽകുന്നത് കൊടുങ്കാറ്റ് പോലുള്ള ശബ്ദം, അഗ്നി നാവുകൾ, ഭയം മാറി ധൈര്യം വന്ന് നിറയുന്നു, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷാവരം, രൂപാന്തരപ്പെടൽ. അങ്ങനെ 5 ഘടകങ്ങളാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. 5 അടയാളങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൽ നാം കാണുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് പെന്തക്കോസ്ത തിരുനാളിൻ്റെ പ്രത്യേകത? നാം ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒന്ന്, ഇത് അതിശയത്തിൻ്റെ തിരുനാളാണ്, വിസ്മയിപ്പിക്കുന്ന തിരുനാളാണ്. നമ്മുടെ ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്ന തിരുനാളാണ്. യേശുവിൻ്റെ മരണം സംഭവിക്കുന്നു. ശിഷ്യന്മാരെല്ലാം തളർന്നു പോകുന്നു. കാരണം അവരുടെ ഗുരു പരാജയപ്പെട്ടതായിട്ട് അവർക്ക് തോന്നി. പിന്നീടുള്ള അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരിൽ നിന്ന് ആരും ഒന്നും കൂടുതലായി പ്രതീക്ഷിക്കാത്ത ഒരന്തരീക്ഷം. പരാജയപ്പെട്ടവരുടെ ഒരു കൂട്ടം. ഇസ്രായേൽ ജനത്തിൻ്റെ പെന്തക്കോസ്ത എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലഭിച്ച ദിവസമാണ്. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായ ദിവസമാണ്. അന്നേ ദിനം യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ആ സെഹിയോൻ ശാലയിൽ അവരിങ്ങനെ ഒരുമിച്ചിരുന്ന് പരാജയപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ്. എങ്കിലും അവർ യേശുവിൻ്റെ വാഗ്ദാനത്തെ ഓർക്കുന്നു. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ തരും, ഒരു സത്യാത്മാവിനെ നിങ്ങൾക്ക് നൽകും. അതിനാൽ ജെറുസലേം വിട്ട് നിങ്ങൾ ഒരിടത്തും പോകരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നത് വരെ അവിടെ തന്നെ ആയിരിക്കുവിൻ. അപ്പം ഇവർക്ക് എന്താണ് പരിശുദ്ധാത്മാവ്, എന്താണ് സത്യാത്മാവ്, ആരാണ് സഹായകൻ, ഇവയൊന്നും അറിയില്ല. പക്ഷേ ഇവർ ഭയവിഹ്വലരാണെങ്കിലും പരാജയപ്പെട്ടവരുടെ ഒരു മാനസികാവസ്ഥയാണെങ്കിലും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കം ലോഡ്, കം ലോഡ്. അന്നവർക്ക് കം ഹോളി സ്പിരിറ്റ് എന്ന് വിളിക്കാൻ അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ മാറാനാത്ത, കം ലോഡ് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ദൈവം അവിടെ ഇടപെടുകയാണ്. അതിശയിപ്പിക്കുന്ന സംഭവം അവിടെ നടക്കുന്നു. വളരെ അപ്രതീക്ഷിതമായി ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ശിഷ്യന്മാർ വിവരിക്കുന്നത്
തങ്ങളുടെ മാതൃഭാഷയിൽ അവർ മനസ്സിലാക്കുന്നതാണ് പിന്നീട് അവിടെ ആൾക്കാർ കണ്ടത്. അവരാദ്യം കണ്ടത് പരാജയപ്പെട്ട ഒരു ശിഷ്യഗണം, തോറ്റുപോയ അവരുടെ ഗുരുനാഥൻ. എന്നാൽ വിസ്മയിപ്പിക്കുന്ന ദൈവം. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജനം കാണുന്നത് ഈ പരാജയപ്പെട്ട കൂട്ടം എന്ന് കരുതിയ അപ്പോസ്തലന്മാര് വളരെ അപ്രതീക്ഷിതമായി വൻ കാര്യങ്ങൾ, ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ പറയുന്നത് അവരവരുടെ ഭാഷയിൽ, അവരവരുടെ മാതൃഭാഷയിൽ അവർക്ക് കേൾക്കാൻ ഇടവന്നു. അങ്ങനെ പെന്തക്കോസ്തയിൽ പുതിയ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുകയാണ്. അതിശയജനകമായ ഒരു കൂട്ടായ്മയായി അത് രൂപാന്തരപ്പെടുന്നു. അങ്ങനെ കത്തോലിക്ക സഭ അവിടെ ജന്മമെടുക്കുകയാണ്. പെന്തക്കോസ്ത ദിനത്തിൽ സഭയുടെ ജന്മദിനമാകുകയാണ്. ഇസ്രായേൽ ജനവുമായി ദൈവം ഉടമ്പടി ചെയ്ത പുതിയൊരു ഉടമ്പടി അവിടെ സ്ഥാപിക്കപ്പെട്ട അതേ ദിനത്തിൽ പുതിയ നിയമത്തിൽ പുതിയ ദൈവജനം അവിടെ രൂപം കൊള്ളുകയാണ്. അവിടെ ഒരു പുതിയ പ്രഘോഷണമാണ് അവിടുത്തെ ഉടമ്പടി. എന്താണ് പുതിയ പ്രഘോഷണം? അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന ആ ഒരു ആശയമാണ് പുതിയ ഒരു അതിശയമായി, പുതിയൊരു പ്രഘോഷണം, അന്ന് വരെ കേൾക്കാത്തൊരു പ്രഘോഷണം. പെന്തക്കോസ്ത അനുഭവത്തിലൂടെ ശിഷ്യന്മാർ നിറയുന്നു, അവർ രൂപാന്തരപ്പെടുന്നു, അവർ ശക്തിപ്പെടുന്നതാണ് ചുറ്റുപാടുമുള്ളവരും കാണുന്നത്. മാത്രമല്ല അവർ നിർഭയരായിട്ട് മാറുന്നു, ഭയം അവർ വിട്ടുമാറുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:14 പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് അവരോട് പറഞ്ഞു, എൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. പതിവരെ തോറ്റോടിയ ഭയമുള്ളവരായിരുന്നവർ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് പറയാ, എൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, മരണം തോൽപ്പിക്കപ്പെട്ടു, മരണമല്ല അവസാനം എന്നുള്ള പുതിയൊരു പ്രഘോഷണമാണ് പെന്തക്കോസ്തയിലൂടെ അവിടുത്തെ ദൈവജനത്തിന് ലഭിച്ചത്. അവരുടെ പ്രഭാഷണങ്ങൾക്ക് ശക്തിയുണ്ടായിരുന്നു, ആ ഒരു ഊർജം ഉണ്ടായിരുന്നു. അതാണ് പെന്തക്കോസ്തയിൽ അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. പത്രോസിൻ്റെ പ്രസംഗം കേട്ടവർ, കാരണം അത് ശക്തി ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ജ്ഞാനസ്നാനം സ്വീകരിക്കുക. അവരെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന് വേണ്ടി പത്രോസിൻ്റെ പിന്നാലെ വരിക. അവിടെ കൊണ്ട് തീർന്നില്ല, പിന്നെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു പ്രവാഹമായിരുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. മരിച്ചവരെ ഉയർപ്പിക്കുന്നു. തബീത്ത, ഈശോ ചെയ്ത അതേ ആ ഫോർമുല ഉപയോഗിച്ച് മാൻപേട എന്നർത്ഥമുള്ള തബീത്ത എന്ന ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിക്കുന്നു. ഈശോ ഉപയോഗിച്ച അതേ ഫോർമുല, തബീത്തക്കും എന്ന് ഈശോ ഉപയോഗിച്ച അതേ ഫോർമുല, തബീത്ത എഴുന്നേൽക്കൂ. മാൻപേട എന്നാണ് അർത്ഥം ആ വാക്കിന്, തബീത്ത. ആ മാൻപേടയെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നു, മുടന്തരെ നടത്തിക്കുന്നു. വചനം നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ആ ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ ജന്മനാ മുടന്തനായി നിൽക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു, ചാടി എഴുന്നേൽക്ക്. അയാൾ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ആ പത്രോസിനെ യോഹന്നാനെ നോക്കിയാണ്. പത്രോസിൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ലായിരുന്നു, ഉണ്ടായിരുന്നത് അദ്ദേഹം കൊടുക്കുക. വിളിച്ചു പറയുന്നു, മകന്, സഹോദര, പൊന്നോ വെള്ളിയോ എൻ്റെ കൈവശമില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ കൈവശമുള്ള ഏറ്റവും ശക്തമായത് എന്താണെന്ന് തിരിച്ചറിയാം. യേശു യേശു യേശുവെന്ന നാമമാണ് തൻ്റെ കൈവശമുള്ള പൊന്നിനേക്കാളും വെള്ളിയേക്കാളും ശക്തമെന്നും പത്രോസ് തിരിച്ചറിയുന്നത് പെന്തക്കോസ്തയുടെ അഭിഷേകം.
അതുകൊണ്ട് ആ നാമം ഉപയോഗിച്ചുകൊണ്ട്, ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്ക്. പവർ, പെന്തക്കോസ്തയുടെ പവറാ, അനോയിന്റിങ്ങാ. ആ ജന്മനാ മുടന്തനായ ആള് ചാടി എഴുന്നേൽക്കുക. പിന്നീട് അപ്പോസ്തലന്മാരുടെ ജീവിതം നാം കാണുന്നത് തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നു, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നു, കൂടോത്രക്കാരെ ബന്ധിക്കുന്നു, തെറ്റായി ഭാവി പ്രവചിക്കുന്നവരെ അയാൾ നയിക്കപ്പെടുന്നത് ദുരാത്മാവിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീയെ ശാസിക്കുന്നു. യേശു നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു. പൗലോസ്ലീഹ അത് ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. പെന്തക്കോസ്തയിലൂടെ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച കൃപയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ അവർ പതിക്കപ്പെട്ടു, മുദ്രിതരായി. ഓരോ ക്രിസ്ത്യാനിയും മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിക്കപ്പെട്ടവരാണ്. അതാണ് കർത്താവിനായിട്ട് വേർതിരിക്കപ്പെടുന്നത്. മറ്റ് ജനങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികളെ വ്യത്യസ്തരാക്കുന്നത് മാമോദീസയിലൂടെ നൽകപ്പെടുന്ന, സ്ഥൈര്യലേപനത്തിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. ഇതാണ് പെന്തക്കോസ്ത ദിവസം സ്ലീഹന്മാർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. എഫേസൂസ് 1:13-14 വചനങ്ങൾ ഈ മുദ്രയെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് പറയാ, പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായവരാണ് ഞങ്ങൾ. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തയിലൂടെ ലഭിച്ച ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു പുതിയ പ്രഘോഷണം. ക്രിസ്തു ജീവിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. ആ ഒരു അഭിഷേകമാണ് പെന്തക്കോസ്ത നൽകുന്നത്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്ക് സാധിക്കില്ല എന്നാണ് പെന്തക്കോസ്ത തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സഭയ്ക്ക്, ഈശോയ്ക്ക്, വിശുദ്ധ ബലിക്ക്, കൂദാശകൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവർക്കറിയില്ല. മാമോദീസ സ്വീകരിച്ചായിരിക്കും, പക്ഷെ അവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12:3, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്ക് സാധിക്കില്ല. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ഈ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. സഭയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. യേശു എന്ന് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു അനോയിന്റിങ് മുഖേനയാണ്. അതുകൊണ്ട് കേരള സഭയ്ക്ക് പരിശുദ്ധാത്മാവിന് കൂടിയേ തീരൂ. നമ്മുടെ ഈ പെന്തക്കോസ്ത സഭയുടെ ജന്മദിനമാണ് പെന്തക്കോസ്ത തിരുനാൾ. പെന്തക്കോസ്ത തിരുനാളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദിവസമാണ്. പെന്തക്കോസ്ത തിരുനാളിൻ്റെ അടയാളങ്ങളാണല്ലോ കാറ്റും അഗ്നിയും. പഴയ നിയമത്തിൽ കാറ്റും അഗ്നിയും ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ പെന്തക്കോസ്ത ദിവസമുള്ള അടയാളങ്ങൾ, അഗ്നിനാവും കാറ്റും ശബ്ദവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെ നമ്മൾ ഈ ദിവസം നിരന്തരം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, വായിക്കണം. എന്താണെന്ന് സംഭവിച്ചത്? പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലൊരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ വ്യാപിച്ചു.
തങ്ങൾ ഓരോരുത്തരുടെയും മേൽ അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്നിട്ട് ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ സംസാരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള അധ്യായം. യഥാർത്ഥത്തിൽ അന്ന് ദിനം സംഭവിച്ചെന്താ? യേശുവിൻ്റെ വാഗ്ദാനം ആയ പരിശുദ്ധാത്മാവാണ് അവരുടെ മേൽ വന്ന് ആവസിച്ചത്. ലൂക്കാ 24:49, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ. അപ്പോൾ യേശു അവർക്ക് നൽകിയ വാഗ്ദാനത്തിൻ്റെ സാക്ഷാത്കാരമാണ് പെന്തക്കോസ്ത. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് അവിടെ നടന്ന ജനത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത്. കാരണം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 43 വായിക്കുക, അവരിലെല്ലാവരിലും അവിടെ ഉണ്ടായിരുന്നവരിൽ ഭീതി ഉളവായി. കാരണം ഇങ്ങനെ പരാജയപ്പെട്ടൊരു കൂട്ടം ഉയർത്തെഴുന്നേറ്റിരിക്കുക. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് മറ്റുള്ളവർ ഭയപ്പെട്ട്. പത്രോസും യോഹന്നാനും, നേരത്തെ ഞാൻ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം എന്ന് പറഞ്ഞു, ഇത് 3-ാം അധ്യായത്തിലാണ് ഈ സംഭവം മുടന്തനെ സുഖപ്പെടുത്തുന്നത്. ഈ പെന്തക്കോസ്ത എന്താണ് നമുക്ക് നൽകുന്നത്? ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പെന്തക്കോസ്ത അനുഭവം സഭയ്ക്ക് നൽകുന്നത് എന്താ? അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഈ ആവാസം നമുക്ക് ലഭിക്കുന്നത് കത്തോലിക്ക സഭയോടുള്ള ആഴമായ അടുപ്പവും സ്നേഹവും. കറയില്ലാത്ത സ്നേഹം, കൂറ്. അത് പരിശുദ്ധാത്മാവുള്ള ദൈവജനത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന സമ്മാനമാണ്. രണ്ടാമത്തേത് കൂദാശകളോടുള്ള നവീകൃതമായ താല്പര്യം, ഒരു പുതിയ താല്പര്യം കുമ്പസാരത്തിനോട്, അനുദിന ബലിയോട്. ഇപ്പോൾ കൂദാശകളോടുള്ള ഒരു നവീകൃതമായ ഒരു പുതിയ താല്പര്യം. മൂന്നാമത്തേത് പ്രാർത്ഥനാ ജീവിതത്തോടുള്ള പ്രതിബദ്ധത. ഇവിടെ കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, വചനവായന, ഇത് ആ പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത അനുഭവത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. 4, ദൈവവചനത്തോടുള്ള ദാഹം. പരിശുദ്ധാത്മാവുള്ളവർക്കാണ് ദൈവവചനത്തോടുള്ള ദാഹം. 5, കരിസ്മാറ്റിക് ദാനങ്ങളുടെ പുതിയ കണ്ടെത്തൽ. അതായത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ ഗിഫ്റ്റുകളെ തിരിച്ചറിയുന്നത്. അപ്പം കരിസ്മാറ്റിക് ദാനങ്ങളിലുള്ള വളർച്ച പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ്. കൂട്ടായ്മയിൽ, സഭയുടെ കൂട്ടായ്മയിൽ, ഇടവക കൂട്ടായ്മയിൽ, രൂപത കൂട്ടായ്മയിൽ വളരാനുള്ള മോഹം പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ്. സഭയെന്ന് പറയുന്ന കർത്താവിൻ്റെ മൗതിക ശരീരമാണ്. അപ്പം അതിൻ്റെ അംഗമാകാൻ, വേറെ ഒരു തളർന്ന അംഗമല്ല, അഭിഷേകമുള്ള അംഗമാകുന്നത് പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ, പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള വളർച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സമ്മാനമാണ്. പിന്നെ സുവിശേഷം പ്രസംഗിക്കാൻ, സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു പുത്തൻ ആവേശം, സഭയ്ക്ക് പുതിയ ദൈവവിളികൾ, സന്യസ്ത ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അതുമാത്രമല്ല, ആത്മായ നേതൃത്വത്തിൻ്റെ വളർച്ച ഒരു പെന്തക്കോസ്തയുടെ ഒരു നവീകരണത്തിൻ്റെ മറ്റൊരു ഗിഫ്റ്റാണ്. ഈ ഒരു അഭിഷേകത്തിന്, ഈ ഒരു പെന്തക്കോസ്ത തിരുനാളിൽ നമ്മൾ എന്താണ് വിചിന്തനം ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്ന്, നമുക്ക് ആദ്യം ലഭിച്ച ദൈവത്തിനോടുള്ള സ്നേഹമില്ലേ, കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കൾ പകർന്നു തന്ന ആ സ്നേഹം, അതിലേക്കുള്ളൊരു മടക്കയാത്ര. അതാണ് ഈ വർഷത്തെ പെന്തക്കോസ്ത നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ആ മാമോദീസയുടെ സ്ഥൈര്യലേപനം നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് വേണ്ടി വാക്ക് പറഞ്ഞതെങ്കിലും
അതിൻ്റെ കൃപയിലേക്കുള്ള ഒരു മടക്കയാത്ര. ഇതാണ് നേരത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. ആ ഒരു സ്നേഹം ഉപേക്ഷിച്ചിട്ടാണ് പത്രോസ് ഓടി ഒളിക്കുന്നത്. റോമിൽ നിന്ന് പീഡാസഹനം വേണ്ട, മരണം വേണ്ട എന്ന് ഓടുകയാണ്. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ആ കഥയിൽ പറഞ്ഞത് കോവാദീസ് ദോമിനെ. കാരണം എതിരെ യേശു വരുന്നത് കാണുകയാണ്. നേരം വെളുത്തപ്പോഴും ഈശോനെ കണ്ടപ്പോൾ ചമ്മൽ തോന്നി. പത്രോസ് ചോദിക്കുന്ന കോവാദീസ് ദോമിനതോ, അങ്ങ് ഇങ്ങോട്ടേക്ക് പോകുക. ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ സഭയെ ഉപേക്ഷിച്ച്, സുവിശേഷവൽക്കരണം ഉപേക്ഷിച്ച്, മിഷൻ ഉപേക്ഷിച്ച് പോകുമ്പോൾ, ദൈവവിളികൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ ക്രിസ്തു തന്നെ അത് ഏറ്റെടുക്കാനായിട്ട് വരികയാണ്. അടുത്ത നാം ധ്യാനിക്കേണ്ടത് ലവോദിക്കയിലെ സഭ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്. യോഹന്നാൻ ലവോദിക്കയിലെ സഭയെ നോക്കുമ്പോൾ അവർക്ക് ചൂടുമില്ല, തണുപ്പുമില്ല. ഒരുതരം നിസ്സംഗത, നിരാശ ബാധിച്ച സഭ, വളർച്ചയില്ലാത്ത സഭ. ഇതാണ് ലവോദിക്കയിലെ സഭ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നതാണ്. യോഹന്നാന്റെ വാക്കടി പറയുന്നത്, ഞാൻ എൻ്റെ വായിൽ നിന്ന് അവരെ തുപ്പിക്കളയും. കാരണം എന്താ? ചൂടോ തണുപ്പോ, പരിശുദ്ധാത്മാവില്ല. അപ്പം അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഈ ഒരു പെന്തക്കോസ്ത നാളിൽ നമ്മളുടെ ഏതെങ്കിലും ഇടവകയിലോ, നമ്മുടെ രൂപതയിലോ, കേരള സഭയിലോ, അല്ലെങ്കിൽ ആഗോള സഭയിലോ ഒരു ലവോദിക്ക ആവർത്തിക്കപ്പെടാൻ പാടില്ല. ചൂടോ തണുപ്പോ ഉള്ള ചാരുകസര, ചൂടോ തണുപ്പോ ഇല്ലാത്ത ചാരുകസര ക്രിസ്ത്യാനികളെ വേണ്ടെന്നാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. വേണ്ടത് തീഷ്ണതയുള്ള, അഗ്നി അഭിഷേകമുള്ള, പരിശുദ്ധാത്മാവുള്ള, പെന്തക്കോസ്ത അനുഭവമുള്ള. അതുകൊണ്ടാണ് ജോൺ 23 പാപ്പ പ്രാർത്ഥിച്ചത്, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കോസ്തൽ എന്ന പോലെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അപ്പോൾ ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് ഈ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വേണ്ടത്. അടുത്ത ഒരു പോയിന്റ്, കാരിസമില്ലാത്ത കരിസ്മാറ്റിക് ശുശ്രൂഷ. ഞാൻ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതാണ്. കാരിസങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണല്ലോ. കാരിസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം, ഗിഫ്റ്റ്, പ്രസാദവരം, അഭിഷേകം, അനോയിന്റിങ്. ഇതില്ലാത്ത കരിസ്മാറ്റിക് ശുശ്രൂഷ, ഹല്ലേലൂയ 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 എന്ന് വെറുതെ കർത്താവേ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. ആത്മീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നില്ല, സഭയെ പടുത്തുയർത്തുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. അതാണ് വരങ്ങളില്ലാത്ത കരിസ്മാറ്റിക് ശുശ്രൂഷ. അത് ഈ പെന്തക്കോസ്തയിലൂടെ അവസാനിക്കണം. എന്നിട്ട് വരങ്ങളെ പഠിക്കണം, വരങ്ങളെ ധ്യാനിക്കണം. വരങ്ങളുള്ള കരിസ്മാറ്റിക്കായിട്ട് സഭ മാറണം. സഭ അതിനാൽ തന്നെ കരിസ്മാറ്റിക്കാണ്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ്. നമ്മൾ ധ്യാനിക്കേണ്ടത്, ഒന്ന് യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്, നീ ഏത് ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്? നമ്മൾ നമ്മുടെ വീട്ടിൽ വിചിന്തനം ചെയ്യണം. ഏത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നത്? ലോകാരൂപിയിലാണോ? ദുഷ്ടാരൂപിയിലാണോ? ദൈവാരൂപിയിലാണോ? എന്ന് പറഞ്ഞാൽ yielding to the Holy Spirit, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കീഴ്പ്പെടേണ്ട ഒരു സമയമാണിത്. ഈശോയെ അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ 26 മുതലുള്ള വചനങ്ങളിൽ ഫിലിപ്പോസിനെ കാണിക്കുന്നുണ്ട്. ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിനെ പ്രചോദിതനാകിയ, അവിടെ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ, വലിയ സമ്പന്നനാണ്, കാരണം രാജ്ഞിയുടെ കുശിനിക്കാരനാണ്. ഇദ്ദേഹം പോകുമ്പോൾ ആ ഫിലിപ്പോസിന് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയാണ് ആ രഥത്തോട് ചേർന്ന് നടക്കാൻ. രഥത്തോട് ചേർന്ന് നടക്കുമ്പോൾ അവിടെ കാണുന്നത്, ഈ ഷണ്ടൻ
പ്രവാചകൻ്റെ പുസ്തകം വായിക്കുക. യെശയ്യാ പ്രവാചകൻ ആടുകളെക്കുറിച്ച്, രോമം കത്തിരിക്കപ്പെടുന്ന കുഞ്ഞാടിനെ കുറിച്ചുള്ള കാര്യം വായിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ വ്യാഖ്യാനം എന്തെന്ന് അറിയാതിരുന്ന ഷണ്ടനോട് ഫിലിപ്പോസ് ആത്മാവിൽ നിറഞ്ഞ് ചോദിക്കുക, എന്താണ് നീ വായിക്കുന്നതെന്ന് അറിയാമോ, എന്താണ് നീ സ്വീകരിച്ച മാമോദീസ എന്നറിയാമോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കീഴ്പ്പെടണം. അപ്പോൾ ഷണ്ടം കൊടുത്ത മറുപടി, അയ്യോ എനിക്കറിയില്ല, എന്താ ആരെങ്കിലും പറഞ്ഞു തരണ്ടേ. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് എത്യോപ്യക്കാരൻ ഷണ്ടനോട് പ്രഘോഷിക്കാൻ ഫിലിപ്പോസിനെ ദൈവം ആത്മാവിനാൽ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഈൽഡിങ് ടു ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്. പിന്നീട് നാം സമറിയക്കാരുടെ ഇടയിൽ ഫിലിപ്പോസ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട് സമറിയക്കാർ ഞെട്ടുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, അശുദ്ധാത്മാക്കൾ വിട്ടുമാറുന്നു. പിന്നെ സമറിയ ദേശം മാനസാന്തരപ്പെട്ടത് ഫിലിപ്പോസിൻ്റെ ഈ പരിശുദ്ധാത്മാവിനുള്ള തുറവിയാണ്. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്ന് ഈ പെന്തക്കോസ്ത ദിവസം നമ്മുടെ കുടുംബം നാം എല്ലാവരും ഉറപ്പിക്കണം. എന്നാൽ പലപ്പോഴും നാം ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുന്നു, തിന്മയുടെ അരൂപിയാൽ നയിക്കപ്പെടുന്നു. പൗലോസ് പറയുന്നത് വിവേചിച്ചറിയുവിൻ. യോഹന്നാനും പഠിപ്പിക്കുന്നുണ്ട്, ഏതാത്മാവിനാൽ നയിക്കപ്പെടുന്നതെന്ന് നീ വിവേചിച്ചറിയുവിൻ, എന്നിട്ട് ആത്മാവിൻ്റെ കീഴ്പ്പെടുവിൻ. ഈൽഡിങ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് ഐക്യമുണ്ടാക്കുന്നത്. സഭയ്ക്കിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയ പുണ്യമാണ് ഐക്യം. പ്രത്യേകിച്ച് KCBC സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭിന്നതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പെന്തക്കോസ്ത തിരുനാളിൽ സഭയുടെ മേൽ പ്രത്യേകിച്ച് കേരള സഭയുടെ മേൽ, KCBCയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പ്രാർത്ഥിക്കണം. പണ്ട് കേരള സഭയുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സിറോ മലബാർ സഭ, ലത്തീൻ സഭ, മലങ്കര സഭ. അതുകൊണ്ടാണ് നമ്മുടെ മെത്രാന്മാർ പറഞ്ഞു, ഇങ്ങനെ പോയാൽ പോരാ, നമുക്ക് ആ കേരള സഭ വരണം. അതാണ് നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ 3 വർഷങ്ങൾ നമ്മുടെ ബിഷപ്പുമാർ നമുക്ക് നൽകിയത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഐക്യത്തിൽ ഒരേ ആത്മാവും ഒരേ ഹൃദയവുമുള്ള സഭയും കുടുംബങ്ങളുമായിട്ട് മാറണം. കർത്താവില്ലാത്ത കർത്തൃ ശുശ്രൂഷകൾ നമുക്ക് ആവശ്യമില്ല. പരിശുദ്ധാത്മാവാണ് കർത്താവുള്ള ശുശ്രൂഷകൾ സഭയ്ക്ക് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ കർത്താവില്ലാത്ത കർത്തൃ ശുശ്രൂഷകളായിട്ട് മാറും. നമുക്ക് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, ആശുപത്രികളും സ്കൂളുകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവും. നിർഭാഗ്യവശാൽ ഇപ്പോൾ യൂറോപ്പിലൊക്കെ കുരിശുരൂപമൊക്കെ എടുത്ത് മാറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ക്യാരിസങ്ങളിൽ കർത്താവില്ലാത്ത കർത്തൃ ശുശ്രൂഷ, കർത്താവില്ലാത്ത കുടുംബങ്ങൾ, കർത്താവില്ലാത്ത ഇടവകകൾ, കർത്താവില്ലാത്ത രൂപതകൾ, കർത്താവില്ലാത്ത പ്രാദേശിക സഭകൾ. അപ്പോൾ ആ ഒരു ദുരന്തം നമുക്ക് വരാൻ പാടില്ല. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്ത തിരുനാൾ ദിനം ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ, ആഗോള കത്തോലിക്ക സഭ നിറയപ്പെടാൻ, കേരള സഭ നിറയപ്പെടാൻ, നമ്മുടെ കുടുംബങ്ങൾ, ഇടവകകൾ, നമ്മുടെ കുഞ്ഞുമക്കൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ, പരിശുദ്ധാത്മാവിനോട് നേരെ അഭിമുഖമായിട്ട് നിൽക്കാൻ വലിയ കൃപകൾ നമ്മുടെ മേൽ വന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും പെന്തക്കോസ്ത തിരുനാൾ ആശംസിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ണുനീരോടെ, ദാഹത്തോടെ, ആത്മാവിൻ്റെ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധിച്ചിടുവാനായി അങ്ങേ
കനലേ, ഏലിയാ നേടിയ കനിവേ. രണ്ട് പിരിച്ചു പിടിച്ച മക്കളെ, മണ്ണിലും വിണ്ണിലും നിന്നെ വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. നാമം വാഴ്ത്തുന്നു. നാമം വാഴ്ത്തുന്നു. നാമം വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെന്തക്കോസ്ത തിരുനാൾ ആഗതമായി. നാം എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. ഈ ഒരു വലിയ പെന്തക്കോസ്ത അഭിഷേകം, ഈ അതിശയങ്ങളുടെ തിരുനാള് ഷാലോം ടിവിയോട് ചേർന്ന് നാം ഇപ്പോൾ ആഘോഷിക്കുകയാണ്. ഈ ഒരു ആഘോഷം പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിൽ നിറയാൻ വേണ്ടിയുള്ള ദൈവവിളിയാണ്. ഈ ഒരു പെന്തക്കോസ്ത നിന്റെ ജീവിതത്തിൽ മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പെന്തക്കോസ്തയായി മാറുകയാണ്. എല്ലാവരും കരങ്ങൾ കൂപ്പി പൊന്നു തമ്പുരാനെ ഒന്ന് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ ഉയർത്തി ഇടിമിന്നലിന്റെ സ്വരത്തില്, കൊടുങ്കാറ്റിന്റെ സ്വരത്തില് അപ്പോസ്തലന്മാര് സിഹിയോൻ ഊട്ടുശാലയില് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച അതേ മനോഭാവത്തോടെ സ്വരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാ കുടുംബങ്ങളും സ്തുതിക്കട്ടെ, പാടി 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, എല്ലാവരും സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഈ പെന്തക്കോസ്ത ദിവസത്തില് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക്, വരങ്ങൾക്ക്, ഫലങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. മാറാനാഥ, കം ലോർഡ്, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവ സഭ ബലപ്പെട്ടതുപോലെ ഒരിക്കൽ കൂടെ ഈ കത്തോലിക്ക സഭ ബലം പ്രാപിക്കട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. എല്ലാവരും പാടിക്ക്. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പാവ പാവ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാ മക്കളും പാടിക്ക്. പരിശുദ്ധാത്മാവേ എല്ലാ കുടുംബങ്ങളും പാടിക്ക്. ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ
അധിക ബലം തരണേ. അധിക ബലം തരണേ. വിളിച്ചോ വിളിച്ചോ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മുടെ ഭവനങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ബന്ധനമഴിയട്ടെ. പരിശുദ്ധാത്മാവേ ശാപം മാറട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ രോഗങ്ങൾ മാറ്റണമേ. പരിശുദ്ധാത്മാവേ വരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ കരങ്ങളടിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടിക്ക മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കരങ്ങൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാ മേഖലകളില് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. വിശ്വാസ മേഖലയില് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഞങ്ങളുടെ ഇടവകകളില് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കേരള സഭയുടെ നവീകരണത്തിനായി പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മള് സാധാരണ ക്രിസ്ത്യാനികളല്ല, പെന്തക്കോസ്തയുടെ മക്കളാണ്. ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഈശോ ജീവിക്കുന്നുവെന്ന് ഈ ലോകം മുഴുവനും സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാ. ഈശോ നമ്മുടെ എല്ലാവരോടും ചേർന്ന് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലെങ്കിൽ നമുക്ക് ലോകത്തിന്റെ മുൻപില് സാക്ഷികളാകാൻ സാധിക്കില്ല. പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭയ്ക്ക് സാക്ഷ്യം നൽകാനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കറിയാം, ആദിമ സഭ സാക്ഷ്യം നൽകിയത് തങ്ങളുടെ ജീവൻ നൽകിക്കൊണ്ടാണ്, രക്തം ചിന്തിക്കൊണ്ടാണ്. ആ രക്തസാക്ഷികളുടെ ആ ചോരയില് പടുത്തുയർത്തപ്പെട്ടതാണ് കത്തോലിക്ക സഭ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആദിമ ക്രൈസ്തവ വിശ്വാസികളുടെ ആ ചോരയുടെ മണത്തിന്, ആ ചോരയുടെ കറയ്ക്ക് വിലയില്ലാതായി തീരും. അതൊരിക്കലും ദൈവം സമ്മതിക്കില്ല. ആ പുണ്യാത്മാക്കള് രക്തം ചിന്തി പടുത്തുയർത്തിയ കത്തോലിക്ക സഭയ്ക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി ആവശ്യമാണ്. കരങ്ങൾ ഉയർത്തിയെന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വല്ല ആഗ്രഹിച്ച് വിളിച്ച മക്കള് ഒരഭിഷേകത്തോടെ എല്ലാ മക്കളും ചേർന്ന് ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.
കാരണം നമ്മുടെ യുവജനങ്ങള് എത്രയോ ദൈവത്തിൽ നിന്ന് അകന്നാണ് അവർ കഴിയുന്നത്. നമ്മുടെ പല യുവജനങ്ങള് മദ്യത്തിന് അടിമകളാ, മയക്കുമരുന്നിന് അടിമകളാ. പല മാതാപിതാക്കളും നിസ്സഹായകരാണ് അവരുടെ മുൻപിൽ. യുവജനങ്ങള് ദൈവത്തിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്നു കഴിയുന്നത് എത്രയോ സങ്കടം നിറഞ്ഞ കാര്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരു പുതിയ അഭിഷേകം, ഒരു പുത്തൻ ഉണർവ് നമ്മുടെ യുവജനങ്ങളുടെ മേൽ എഴുന്നള്ളി വരുന്നതിന് ഇരുകരങ്ങൾ ഉയർത്തി എല്ലാ ദൈവജനവും ഈ ഷാലോം ടിവിയോട് ചേർന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കേരള സഭ ഇന്ന് ദാഹിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് ഒരു നവീകരണം ആഗ്രഹിക്കുക. മുമ്പെങ്ങുമില്ലാത്ത വിധത്തില് വളരെയധികം സങ്കടകരമായ കാര്യങ്ങളിലൂടെയാണ് കേരള സഭ കടന്നു പോകുന്നത്. നമ്മുടെ മെത്രാന്മാര് കണ്ണുനീരോടെ ഈ വർഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവേ ഒരിക്കൽ കൂടെ കേരള സഭയില് വന്നിറങ്ങണമേ. ഈശോ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കേരള സഭ ലോകത്തില് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വളരെ ശക്തമായി ലോകം മുഴുവന് മിഷണറിമാരെ അയച്ചു. കരിസ്മാറ്റിക് വരങ്ങളും ദാനങ്ങളും വളരെ അഭിഷേകത്തോടെ ഇവിടെ ഉപയോഗിച്ചിരുന്നു. ഇത് സാത്താന് സഭയോട് വിദ്വേഷത്തിന് കാരണമായി. സഭയെ തകർക്കാൻ സാത്താൻ പരിശ്രമിക്കാൻ തുടങ്ങി. ഒരു പരിധിവരെ സാത്താൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവസാനത്തെ വിജയി കർത്താവായ യേശുവ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കേരള സഭയെ മുഴുവൻ ഈ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടെ, തീഷ്ണതയോടെ സ്വരമുയർത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ. കേരള സഭയില് പല കുടുംബങ്ങള് കൂടോത്രങ്ങളുടെ ഭയത്തിലാണ്, കൈവശദോഷങ്ങളുടെ ഭയത്തിലാണ് പല വ്യക്തികൾ. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രക്രിയകളുടെയും ഭയത്തിലാണ്. അവരൊരു ഡെലിവറൻസ് ആഗ്രഹിക്കുക. അവര് വേറെ എവിടെ പോകും? അവരുടെ ചോദ്യങ്ങൾക്ക് പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടത് കേരള സഭയാണ്, കത്തോലിക്ക സഭയാണ്. പരിശുദ്ധാത്മാവാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ഒരു ഡെലിവറൻസിന് വേണ്ടി കരമുയർത്തി വിളിച്ചു പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടെ തീഷ്ണതയോടെ, അഭിഷേകത്തോടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് വിളിച്ചു പരിശുദ്ധാത്മാവേ. കടബാധ്യതകള്, അങ്ങനെ സാമ്പത്തിക മേഖലയിലെ കുരുക്കുകളിൽ പെട്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, ആത്മഹത്യയുടെ വക്കത്ത്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന കുടുംബനാഥന്മാര്, കുടുംബനാഥകള്. ഈ സാമ്പത്തിക കുരുക്കുകൾ അഴിക്കപ്പെടണം. ഈ സാമ്പത്തിക കുരുക്കുകൾ കാരണം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കുന്ന സന്തോഷമില്ല, ആഗ്രഹിക്കുന്ന സമാധാനമില്ല. പരിശുദ്ധാത്മാവേ, അങ്ങനെ ആത്മഹത്യയുടെ വക്കത്ത്, കടബാധ്യതകൾ മൂലം, സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ മൂലം വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കരമുയർത്തി യേശുവിനെ നോക്കി ഏറ്റവും തീഷ്ണതയോടെ വിളിച്ചോ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് അതിശയങ്ങളുടെ ആത്മാവാ, അത്ഭുതങ്ങളുടെ ആത്മാവാ, വിസ്മയിപ്പിക്കുന്ന ആത്മാവാ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എത്രയോ പേര് വിദേശത്ത് പോയിട്ടുണ്ട്. പലരും ജോലിയില്ലാതെ വിഷമിക്കുക. അവരാഗ്രഹിക്കുന്ന ജോലി കിട്ടാതെ പലവിധ ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവരുണ്ട്. പല വിദേശത്തുള്ള പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലാണ്. അവരെ ഉപദേശിക്കുന്നതിന് മാതാപിതാക്കളോ സഭയോ അവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, വിദേശത്തുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ചും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച്
ജർമ്മൻ കോഴ്സ്, IELTS, OET, മറ്റ് പരീക്ഷകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അതിനുവേണ്ടി പണം ചെലവാക്കി പണം നഷ്ടപ്പെടുത്തി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ആ മക്കളെല്ലാവരെയും ഈശോയുടെ മുൻപിൽ സമർപ്പിച്ച ഒറ്റ വിളി വിളിച്ചോ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. മദ്യപാനം, മയക്കുമരുന്ന്, ഈ ലഹരിയുടെ ആ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങള്, കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നു, ഭാര്യമാര് നിലവിളിക്കുന്നു, മാതാപിതാക്കൾ നിലവിളിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മയക്കുമരുന്നും ഇല്ലാതാക്കണമേ എന്ന് നിലവിളിക്കുന്ന കുടുംബങ്ങൾ. അവർക്കൊരു പെന്തക്കോസ്ത വേണം. എൻ്റെ മകൻ്റെ മദ്യപാനവും മയക്കുമരുന്നും വിട്ടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കള് ഒരു പെന്തക്കോസ്ത ആഗ്രഹിക്കുന്നു. ഈശോയെ, ആ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലട്ടെ. ആ കുടുംബങ്ങളിലെ അശുദ്ധാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ, ശാസിക്കപ്പെടട്ടെ, ബഹിഷ്കരിക്കപ്പെടട്ടെ. പൗലോസും സീലാസും തടവറയിൽ ഇരുന്ന് കീർത്തനം പാടി സ്തുതിച്ചപ്പോഴ് അവിടുത്തെ അടിമ ചങ്ങലകൾ തകർക്കപ്പെട്ടതുപോലെ, അടിമത്തത്തിന്റെ ആ കൂടാരങ്ങൾ തകർക്കപ്പെട്ടതുപോലെ, ആ തടവറകൾ തകർക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ മക്കളെ കാർന്നു തിന്നുന്ന വ്യഭിചാരത്തിന്റെ ദുരാത്മാക്കള്, മദ്യപാനത്തിന്റെ ദുരാത്മാക്കള്, മയക്കുമരുന്നിന്റെ ദുരാത്മാക്കള്, സംശയരോഗത്തിന്റെ ദുരാത്മാക്കള്, ക്യാൻസർ രോഗത്തിന്റെ ദുരാത്മാക്കള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിട്ടുപോകാൻ ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ചോ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിന്റെ പുത്തൻ അഭിഷേകം സഭയ്ക്ക് പുതിയ ഉണർവ് കൊടുക്കും, കുടുംബങ്ങൾക്ക് ഉണർവ് കൊടുക്കും, രോഗബാധിതമായ കോശങ്ങളെ ബലപ്പെടുത്തും. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, നട്ടെല്ല് തകർന്നവര്, ഡിസ്ക് കംപ്ലൈന്റ്, തോളിന്റെ വേദന, എല്ല് പൊട്ടല്, ശരീരത്തിലെ മുറിവ്, ഉണങ്ങാത്ത മുറിവുകള്, വ്രണങ്ങള്, വിട്ടുമാറാത്ത ചുമ, തലവേദന, തലകറക്കം, മരവിപ്പ്, ഉറക്കമില്ലായ്മ, അടിവയറ്റിലെ വേദന, ഉദര സംബന്ധമായ രോഗങ്ങള്, ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങള്, യൂട്രസ് സംബന്ധമായ രോഗങ്ങള്, പുറത്ത് പറയാൻ പറ്റാത്ത രോഗപീഠകള്. ഈ പെന്തക്കോസ്ത ദിവസം ഈശോ അത്ഭുതം പ്രവർത്തിക്കുക. പെന്തക്കോസ്തയുടെ ശക്തിയാലാണ് പൗലോസും സീലാസും പത്രോസും അപ്പോസ്തലന്മാരും ഫിലിപ്പോസൊക്കെ അത്ഭുതം പ്രവർത്തിച്ചത്. രോഗികളെ സുഖപ്പെടുത്തി, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു, തിന്മയെ ശാസിച്ചു. യേശുവിന്റെ ശക്തി അവിടെ പ്രവർത്തിച്ചു. ഇന്ന് ഈ പെന്തക്കോസ്ത ദിനത്തില് ഷാലോം ടിവിയോട് ചേർന്ന് ഈ 5 ദിവസത്തെ ധ്യാനത്തിന്റെ സമാപന ദിവസത്തില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളെ ബാധിച്ച രോഗപീഠകള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓരോ രോഗങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ എന്ന് പറയണം. എന്ന് പറഞ്ഞേ എല്ലാവരും. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. തലവേദന വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. തലകറക്കം വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. പിടലി വേദന വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ ചെവി അഭിഷേകം. വേദന വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. തൊണ്ടവേദന വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. അപസ്മാരം വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. ശ്വാസം മുട്ടല് വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. ക്യാൻസർ വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. യൂട്രസ് കംപ്ലൈന്റ് വിട്ടുപോകട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. നട്ടെല്ലിന്റെ വേദന വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. ലിവറിന്റെ രോഗങ്ങൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. സകലവിധ തിന്മകൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം എല്ല് നൽകണമേ. പൊട്ടല് വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. പ്രാർത്ഥനാ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, പരിശുദ്ധാത്മാവേ അഭിഷേകം കുടുംബ നൽകണമേ. പ്രാർത്ഥന ഇല്ലാത്ത
അവസ്ഥകൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. സഭയോടുള്ള കൂറ് ഉണരട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ തുറവി ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. വിശ്വാസത്തിൽ ആഴപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. ദൈവജനമായി മാറപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. സഭ ഉണരട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം കത്തോലിക്ക സഭ ഉണരട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം കേരള സഭ ഉണരട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം ഭാരത സഭ ഉണരട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം ആഗോള സഭ ഉണരട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം അഭിഷേകത്താൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം വരങ്ങളാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം വൈദികർ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം സന്യസ്തർ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ അഭിഷേകം നൽകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവേ എല്ലാവരും സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അന്ധകാര ശക്തികൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. സാത്താൻ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഒരു പുതിയ അഭിഷേകം പുത്തൻ ഉണർവ് നമ്മുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. വിശ്വാസ ജീവിതത്തിന് ലഭിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിന് ലഭിക്കട്ടെ. ദൈവവിളികൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ശുശ്രൂഷകൾ ശക്തി പ്രാപിക്കട്ടെ. സന്തോഷത്തോടെ പരിശുദ്ധാത്മാവേ 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 കൃപകൾ നൽകണമേ കൃപകൾ നൽകണമേ കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ കൃപകൾ നൽകണമേ കൃപകൾ നൽകണമേ കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം പകരൂ അഭിഷേകം പകരൂ അഭിഷേകം പകരൂ പരിശുദ്ധാത്മാവേ അഭിഷേകം പകരൂ അഭിഷേകം പകരൂ അഭിഷേകം പകരൂ പരിശുദ്ധാത്മാവേ അഭിഷേകം പകരൂ അഭിഷേകം പകരൂ അഭിഷേകം പകരൂ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് മുട്ടുകുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. എല്ലാവരും ചേർന്ന് പാടിക്കേ. സ്വർഗത്തിൽ നിന്നാഗതമാം സ്വർഗത്തിൽ നിന്നാഗതമാം ഈശോ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും ആമേൻ നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ
നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി